ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാവാം. എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. റൂമിനടുത്ത് തന്നെയുള്ള ഡേ ടു ഡേ ഷോപ്പിലേക്ക് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് വൈകുന്നേരം ആയപ്പോൾ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങണം എന്ന് വിചാരിച്ച് വന്നതൊന്നല്ല, വെറുതെ ഒന്ന് കറങ്ങി നടന്നിട്ട് പോവാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ അങ്ങനെ എപ്പോഴും വന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിൽ തടയും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്രാവശ്യത്തെ പോക്കിലും വാങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഓരോന്നും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന്. ആദ്യം തന്നെ ഞാൻ കയ്യിലെടുത്തിട്ടുള്ളത് ഒരു സ്റ്റോറേജ് ക്യാബിനറ്റാണ്. ഇത് വെറും 21 ദിറംസിനാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. ഒരു ഓപ്പൺ പീസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് വാങ്ങിക്കാമെന്ന് തോന്നിയത്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് എൻ്റെ പൂജാ സാധനങ്ങളൊക്കെ വെച്ച, അതായത് ദൈവങ്ങളുടെ ഫോട്ടോസും വിളക്കും ഒക്കെ വെച്ച ആ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് കുറച്ചും കൂടി ഒന്ന് വലിയതിലേക്കൊന്ന് മാറ്റണം എന്നുള്ളൊരു കാര്യം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഡോർസൊക്കെ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 ദിറംസ് അതിന് മേലേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് ക്ലോസ് ചെയ്യാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് ആണ്. അപ്പം ഞാനിതൊരു പൂജ സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നുള്ളത്. ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് അസംബിൾ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി റൂമിലേക്ക് വരുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ സംസാരിച്ചിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് ഒരു സമാധാനക്കുറവ്. ഞാനപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ വീഡിയോ എടുപ്പും ഇത് അസംബിൾ ചെയ്യുന്ന പരിപാടിയും അങ്ങ് ഇടയിൽ കൂടി അങ്ങ് ചെയ്തു പോയി. എനിക്ക് അസംബിൾ ചെയ്യുന്നത് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയല്ലെങ്കിലും ഇന്നിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണാനുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തന്നെ ഇരുന്ന് ചെയ്യുകയാണ്. സാധാരണ ഇത് ചെയ്യുന്നത് നിത്തുവാണ്. നിത്തുവിനാണ് ഇങ്ങനത്തെ അസംബിൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതിലൊന്നും ഇടപെടാൻ പോകാറില്ല. അങ്ങനെ മുൻപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്തെടുക്കാൻ നോക്കുന്നത്. എങ്ങനെ നോക്കിയിട്ടും എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി. ഇത് കുറേ കൺഫ്യൂസ്ഡാണ്. ഇത് എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണം, എങ്ങനെ ഓരോന്നോരോന്ന് എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം എന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ കൂടെ മാനുവലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കിതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. കുറേ രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത് നോക്കി. എങ്ങനെയായിട്ടും ഇത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അനിയത്തിനോടും കൂടി ചോദിച്ചു, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. ഒരു സൈഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഊരി വരും. അങ്ങനെ ഒരു കണക്കിന് ഇത് ഇവിടം വരെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് അവൾ പിടിച്ച് തന്നപ്പോൾ കുറച്ചും കൂടി ഈസിയായി. എന്നിട്ടും സെറ്റാവാതെ കണ്ടപ്പോൾ അതൊന്ന് ചെരിച്ച് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ പണി എപ്പോഴേ തീർന്നിട്ടുണ്ടാവുമായിരുന്നു. ഇത് കുറേ സമയമായി ഞാൻ മറ്റേ രീതിയിൽ വെച്ചിട്ട് കഷ്ടപ്പെടുകയാണ്. ഇതിപ്പോൾ സംഭവം പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിട്ടി. ഇനി അതിൻ്റെ ഇടയിലുള്ള സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ആ പാക്കേജിൻ്റെ കൂടെ തന്നെ സ്ക്രൂവും പിന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള സാധനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ ഡോറും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനറ്റ് റെഡിയായി കിട്ടും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയൊരു സന്തോഷം ഇതാണിത്. ഫൈനലി ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒന്ന് സൈഡിൽ വെച്ച് നോക്കാം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിക്ക് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനി മറ്റേത് റിമൂവ് ചെയ്തിട്ട് വേണം അവിടെ ഫിക്സ് ചെയ്യാൻ. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഇത് ആക്ച്വലി കിച്ചൺ ടോപ്പിലേക്ക് വിരിക്കുന്നൊരു മാറ്റാണ്. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ആ വെറ്റ്നെസ്സോട് കൂടിയിട്ട് ഡ്രൈ ആക്കാൻ വെക്കുന്ന ഒരു മാറ്റ്. അത് നല്ലോണം വെള്ളം അബ്സോർബ് ചെയ്യും. പിന്നെ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെരിച്ച് വെക്കാനുള്ള അങ്ങനത്തെ ഒരു സംഭവം കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ നോട്ടിട്ട് വെച്ചൊരു സാധനമായിരുന്നു. ഈ പ്രാവശ്യം പോയപ്പോൾ ഞാനത് വാങ്ങി. ഇതും കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം.
അടുത്തത് ഞാൻ വാങ്ങിയതൊരു ഹീൽസാണ്. ഇത് ഇട്ടിട്ട് അങ്ങനെ നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ വാങ്ങി. അധികം നടക്കാനില്ലാത്ത എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ കബോർഡിലേക്കായിട്ട് 2 ഹാങ്കറിൻ്റെ സെറ്റ് വാങ്ങി. ഇതിനെന്തോ ഓഫർ കണ്ടപ്പോൾ ഞാൻ ബാക്കി എടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി എടുത്തന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ഹെഡ് ബാൻഡ്, ഇത് ഞാൻ യൂസ് ചെയ്യുമോയെന്ന് പോലും അറിയില്ല. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഞാനൊരു നോർമലായിട്ടുള്ള എക്സസൈസ് ബുക്ക് കൂടി വാങ്ങി. ഇതെനിക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാം. ഇതൊരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന പൗഡറാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് കംപ്ലീറ്റ്ലി ഡ്രം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെയും കാണിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.